പെണ്ണുങ്ങൾ വിളിച്ചു. നമുക്ക് ഈ മിസ് കോളാണ് ഇപ്പോൾ വലിയ വിഷയം. ഈ ഒരു മിസ്കീനായൊരു വല്ലാത്തൊരു സംഭവമാണ് അതല്ലേ. ആള് മിസ്കീനാ, പക്ഷെ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ. ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തവര് കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ്, റാൻഡം ഡയലിംഗ്, ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ എന്റെ സംശയം. വെറുതെ ഡയലിംഗ് ഏതെങ്കിലും ആൾക്ക് ഇതേപോലെ മന്ത്രിക്കാർക്കും പോവാ, ചിലപ്പോൾ ഇതിന് പെണ്ണിനോ ആണിനായിരിക്കും. പെണ്ണിനാണെങ്കിൽ സേവ് ചെയ്ത് വെക്കാം, പിന്നെ വിളിക്കാൻ പാതിരാക്കും. എന്നിട്ട് ആ നമ്പർ വല്ല പൊട്ടക്കിണറ്റിനും കൊണ്ട് എറിയണ വരെ അവൻ വിളിച്ചേക്കും. ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം പടച്ചറബേ. പിന്നെ ഒരു മിസ് കോൾ വരാൻ കാത്തിക്കണ പെണ്ണുങ്ങളും അല്ലാ എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ വിളിക്കുക. എത്ര 100,000 പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ. ഈ പ്രേമിക്കണോലെ വിഷയം അതാണ്. ഒരു കാണാൻ ചുരുക്കലോരൊക്കെ പ്രേമിക്കും, നിന്നെ മടുത്താൽ പിന്നെ അടുത്തേക്ക് പോകും. ഇതല്ലേ സംഭവിക്കണത്, ഇതല്ലേ ലോകം. ഇതൊക്കെ തീർന്ന പിന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കും. പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ ഹിന്ദുവാ, വാപ്പ ക്രിസ്ത്യാനി, കുട്ടിക്ക് ഇപ്പം എന്താ പേരിടാ? എന്ത് വ്യഭിചാര സന്താനം, വ്യഭിചാരത്തിൽ ജീവിച്ചത്, വ്യഭിചരിച്ച് തുടങ്ങിയത്, മരിച്ചു. നീ ഒരു ഉമ്മയും വല്യമ്മയൊക്കെ പോകേണ്ട പെണ്ണല്ലേ മോളെ, നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ചെറുപ്പക്കാരാ. ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ. ഇതാണ് ഇത്ര വിഷയം. കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു US. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട്, നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ 2 എണ്ണം തരാന്ന് പറഞ്ഞു. ചില കുട്ടികളൊക്കെ എന്ത് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ആ ഒന്നിപ്പോ തന്നക്കിന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടികളാ പറഞ്ഞത് എന്ത്, അരമണിക്കൂറല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിക്കോളാം, ഞാൻ ഉണ്ടായിരുന്നോളാം. ഇതാണ് ബുദ്ധി. മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. ഇപ്പൊ എനിക്ക് സന്തോഷം, അതല്ല, നിനക്ക് വരാനുള്ളത് സങ്കടമാണ്, വരാനുള്ളത് സങ്കടമാണ്. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. ഏത് ആനന്ദത്തിന്റെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ. കഴിഞ്ഞില്ലേ. الذين اتقوا إذا مسهم طائف من الشيطان. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നിത്തുടങ്ങിയാൽ നമ്മൾക്കൊക്കെ ഇത് വരും, എല്ലാവർക്കും വരും. നിങ്ങൾ വിചാരിക്കും വേദന ഉസ്താദ് എന്തോ വലിയ മലക്കായിരിക്കും, ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക്. അതന്നെ എന്റെ അവസ്ഥ. നമുക്കൊക്കെ വരും, നമുക്ക് മനുഷ്യന്മാരല്ലേ. ദുഷിച്ച ചിന്തകൾ വരൂലേ? വരും. എന്താ ചെയ്യേണ്ടത്? തദക്കറൂ. അവിടെ അല്ലാഹുവിനെ ഓർമ്മ വരണം. യാ അല്ലാഹ്, എനിക്കിത് പറയാൻ പാടില്ലല്ലോ. യാ അല്ലാഹ്, എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ. പടച്ചവനെ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഫഇദാഹും മുബ്സിറൂൻ. അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും, അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരും. തിന്മ ചെയ്യുമ്പോഴേക്കും അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരും. ഇതാണ് മുഅ്മിൻ, ഇവനാണ് മുത്തഖി. മുത്തഖീങ്ങൾക്കല്ലയോ ഖുർആനിന്റെ മാർഗദർശനം, അവർക്കല്ലേ അല്ലാഹു സ്വർഗ്ഗം തരാൻ വേണ്ടി പറഞ്ഞത്. എന്താ? തിന്മ വരുമ്പോ ഓർമ്മ വരണം. വെറുതെ കിട്ടിയതാ കുപ്പി, ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ ഡ്യൂട്ടി ഫ്രീ കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഓന്റെ കൂടെ ആ കുപ്പി തീരുന്ന വരെ ഓന്റെ ഒപ്പം, അടുത്ത കുപ്പി വരുമ്പോ ഓന്റെ കൂടെ. ഇങ്ങനെ ലാഭങ്ങൾക്ക് മസ്ലഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യന്മാർ. അള്ളാഹിനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ? വല്ല ചിന്തയും വരുന്നുണ്ടോ? യാ അല്ലാഹ്, അതെനിക്ക് പാടില്ലല്ലോ പടച്ചോനെ, ഹറാമാണ് റബ്ബേ, എനിക്ക് പാടില്ല. അല്ലാഹുവേ, ഇന്ന ലികുല്ലി മലികിൻ ഹിമ വഅലാ വഇന്ന ഹിമല്ലാഹി മഹാരിമു. അല്ലാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം. ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ, ഇത് രാജസന്നിധിയാണ്. അല്ലാഹു തആല നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ഞാനതിന് ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പറഞ്ഞ ആയത്ത്